ഉണ്ണിത്താൻ, സ്വാഭാവികമായിട്ടും ഈ പ്രതിപക്ഷത്തിൻ്റെ നിലപാടുകളെ അല്ലെങ്കിൽ പ്രതിപക്ഷം മുന്നോട്ട് വയ്ക്കുന്ന ആശയങ്ങളെയൊക്കെ ചോദ്യം ചെയ്യുന്നത് അല്ലെങ്കിൽ ആ ആത്മാർത്ഥതയെ ചോദ്യം ചെയ്യുന്ന ഇതുപോലുള്ള കാര്യങ്ങളാണ്. ഇത് കൃത്യമായിട്ടുള്ള ഒരു സമാന്തരമായിട്ടുള്ള ഒരു നിലപാട് അല്ലെങ്കിൽ നടപടി എന്താണ് വേണ്ടതെന്ന് മുന്നോട്ട് വയ്ക്കാൻ കഴിയുന്നുണ്ടോ എന്നുള്ള കാര്യം. രണ്ട്, ഈ ഒരു മന്ത്രിയുടെ രാജിയെ കൊണ്ട് ഈ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കും എന്ന് കോൺഗ്രസ് കരുതുന്നുണ്ടോ? കൃത്യമായി സർക്കാർ ഇതിനെ അഡ്രസ്സ് ചെയ്തിട്ട് വേണ്ട നടപടികൾ സ്വീകരിക്കുമെന്ന് പറയുന്നു. ഇപ്പോൾ ശിക്ഷ വർദ്ധിപ്പിക്കുന്നുവെന്ന കാര്യം പറയുന്നു. അതിൽ എന്തൊക്കെ കാര്യങ്ങൾ ഇനി മുന്നോട്ട് വയ്ക്കണം എന്ന് പറയുന്നതാണോ നല്ലത്? ഒരു മന്ത്രി രാജിവെച്ചാൽ അടുത്തൊരു മന്ത്രി വരും. സ്വാഭാവികമായിട്ടും ഈ സിസ്റ്റത്തിൻ്റെ ഭാഗം അങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ അത് ഒരു രാഷ്ട്രീയ വിജയം എന്നതിനപ്പുറം കുട്ടികളുടെ ഭാവി എന്ന രീതിയിൽ കുറച്ചുകൂടി ക്രിയേറ്റീവായിട്ട് അല്ലെങ്കിൽ കൺസ്ട്രക്റ്റീവായിട്ട് എന്തൊക്കെ നിർദ്ദേശങ്ങളാണ് കോൺഗ്രസിന് മുന്നോട്ട് വയ്ക്കാനുള്ളത്? ഡോക്ടർ കിഷോർ, എനിക്ക് മുമ്പ് ബഹുമാനപ്പെട്ട BJP-യുടെ വക്താവ് വളരെ വിശദമായി തന്നെ പ്രതിപക്ഷത്തിനെ ആക്ഷേപിച്ച് സംസാരിക്കുന്നുണ്ട്. പ്രതിപക്ഷം നിഷ്ക്രിയമായതുകൊണ്ടാണ് ഇങ്ങനെയുള്ള സമരങ്ങൾ ഇന്ത്യയിൽ നടക്കുന്നത് എന്നുള്ളത്. അദ്ദേഹം വർത്തമാനകാലത്തിനെ പറ്റിയൊക്കെ പറഞ്ഞു. അദ്ദേഹം കുറച്ച് ഭൂതകാലത്തെ പറ്റി ചിന്തിക്കണം. അണ്ണാ ഹസാരെ എന്ന് പറയുന്ന ഒരു ആൾ സമരം നടത്തിയത് ലോക്പാൽ ബില്ലുമായി ബന്ധപ്പെട്ട്. അന്ന് ഇന്ത്യയിലെ ഒരു മുഖ്യമന്ത്രി, ഗുജറാത്തിലുള്ള ഒരു മുഖ്യമന്ത്രി എന്ന് പറഞ്ഞു, ഞാൻ മുഖ്യമന്ത്രി ആയതുകൊണ്ടാണ് ഞാൻ അങ്ങോട്ട് വരാത്തത്, എല്ലാവിധ പിന്തുണയും അർപ്പിക്കുന്നു എന്ന് പറഞ്ഞ ആളാണ് ഇന്ന് രാജ്യം ഭരിക്കുന്നത്. അന്നത്തെ പ്രതിപക്ഷം എന്തായിരുന്നു? നിഷ്ക്രിയമായിരുന്നു. അന്ന് ഇന്ത്യയിലുണ്ടായിരുന്ന പ്രതിപക്ഷം ആരായിരുന്നു? അന്നത്തെ പ്രതിപക്ഷം നിഷ്ക്രിയമായതുകൊണ്ടാണോ അങ്ങനെയുള്ള സമരം ഡൽഹി കണ്ടതും? അണ്ണാ ഹസാരെ പോലെയുള്ള ആളുകൾ ഇപ്പൊ AAP പാർട്ടിയൊക്കെ ഉണ്ടായി. അതിനെപ്പറ്റി ഞാൻ കൂടുതൽ പറയുന്നില്ല. അപ്പോൾ ഒരു വർത്തമാനം പറയുമ്പോൾ ഭൂതകാലം കൂടെ ചിന്തിക്കണം, വർത്തമാനകാലത്തെ മാത്രം ചിന്തിച്ചുകൊണ്ട് പറയരുത് എന്നുള്ളത്. ഇവിടെ ഉണ്ടായ സമരങ്ങൾ എന്ന് പറയുന്നത് വിദ്യാർത്ഥികൾ ആശങ്കയിൽപ്പെട്ടപ്പോൾ വിദ്യാർത്ഥികളുമായി ബന്ധപ്പെട്ട് നടക്കുന്ന സമരത്തിലേക്ക് ഇറങ്ങി. അത് പക്ഷേ കോൺഗ്രസിനെ സംബന്ധിച്ച് കോൺഗ്രസ് സമരത്തിലായിരുന്നു. കോൺഗ്രസുമായി ബന്ധപ്പെട്ട് രാഹുൽ ഗാന്ധി ഈ നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ഈ ലോക്സഭയ്ക്കും രാജ്യസഭയ്ക്കും അകത്തും പുറത്തും എല്ലാം ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് സംസാരിക്കുകയും ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് അഡ്രസ് ചെയ്യുകയും ചെയ്തു. അതിന്റെ ഫലമായിട്ടാണല്ലോ കഴിഞ്ഞ ഈ പരീക്ഷാ ചോർച്ചയുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ഏജൻസിയെ വെച്ചത്. ഞാൻ ആദ്യം തന്നെ പറഞ്ഞല്ലോ, ആ ഏജൻസിയുടെ റിപ്പോർട്ട് എവിടെയായി തീർന്നു എന്നുള്ളതാണ്. ഇപ്പോൾ തന്നെ അദ്ദേഹം ചോദിക്കുന്നത് എന്താണ് നിങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഇനി എന്താണ് മുന്നോട്ട് വെക്കാനുള്ളതെന്ന്. അന്നത്തെ അന്വേഷണ റിപ്പോർട്ട് പോലും ഇന്ന് വെക്കാനില്ല. അന്ന് നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണ റിപ്പോർട്ട് പോലും ഇന്ന് വെക്കാനില്ലാത്തൊരു രാജ്യം ഭരിക്കുന്ന ഭരണകൂടം മാറിയിരിക്കുകയാണ്. പിന്നെ ഈ നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട് മത്സര പരീക്ഷയുമായി ബന്ധപ്പെട്ട് നമുക്ക് ഏജൻസി ഉണ്ട്, NDA എന്ന് പറയുന്ന ഏജൻസിയാണല്ലോ നടത്തുന്നത്. അതിൽ ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥൻ, സ്ഥിര സംവിധാനത്തിലുള്ള ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥനുണ്ടോ? താൽക്കാലിക ഉദ്യോഗസ്ഥന്മാരെ വെച്ചുകൊണ്ട് ഒരു തല്ലിക്കൂട്ട് സംവിധാനമായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഒരു സെക്യൂരിറ്റി ബോർഡ്, ഒരു പ്യൂൺ പോട്ടെ ആ ഏജൻസിയുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും ഉദ്യോഗസ്ഥന്മാരെ ഇതുവരെ സ്ഥിരപ്പെടുത്തി ഒരു ഉദ്യോഗസ്ഥനെ, ഉത്തരവാദിത്തമുള്ള ഒരു ഉദ്യോഗസ്ഥനെ വെച്ച് പ്രവർത്തിക്കുവാൻ ഈ ഭരണകൂടത്തിന് കഴിഞ്ഞിട്ടില്ല. അങ്ങനെയുള്ളൊരു ഭരണകൂടത്തിന്റെ മിനിസ്റ്ററായിട്ടിരിക്കുന്ന ആൾക്ക് എന്ത് യോഗ്യതയാണ് അതിൽ തുടരുവാനുള്ളത്? എന്ത് യോഗ്യതയാണ്? ഒരു യോഗ്യതയുമില്ല. ഇപ്പോഴും അദ്ദേഹത്തെ സംരക്ഷിക്കുക. പ്രധാനമന്ത്രി അടുത്ത ആളായിക്കോട്ടെ, BJP നേതാവായിക്കോട്ടെ, നിങ്ങൾ ആ സംരക്ഷിക്കുമ്പോൾ ഇന്ത്യയുടെ ചരിത്രം ഒന്ന് പരിശോധിച്ചു നോക്കണം. ട്രെയിൻ അപകടങ്ങൾ ഉണ്ടായപ്പോൾ രാജിവെച്ച മന്ത്രിമാരുള്ള രാജ്യമാണ് ഇന്ത്യ മഹാരാജ്യം. അന്ന് നിങ്ങളുടെ ഈ പറയുന്ന കോൺഗ്രസിന്റെ മന്ത്രിമാരെ രാജിവെച്ചിട്ടുണ്ട്, വാജ്പേയി ഗവൺമെന്റ് ഭാഗമായിട്ടുള്ള മന്ത്രിമാരെ രാജിവെച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള മന്ത്രിമാർ വരെ രാജിവെച്ചിട്ടുള്ള ജനാധിപത്യ രാജ്യമാണ് കേരളം. ജനാധിപത്യ പ്രക്രിയയിലൂടെ തെരഞ്ഞെടുത്ത് വന്ന പ്രധാനമന്ത്രിയും മന്ത്രിമാരും ഒക്കെ അല്ലേ രാജ്യം ഭരിക്കുന്നത്. അപ്പോൾ ഒരു ഈ പറയുന്ന ഇത്രയും വലിയ സെൻസിറ്റീവായിട്ടുള്ള ഇത്രയും വലിയൊരു വിഷയം ഇന്ത്യയിലെ വിദ്യാർത്ഥി സമൂഹത്തിൽ നേരിടുമ്പോൾ ആ വിഷയത്തിന് കാരണക്കാരനായി നിൽക്കുന്നത് ഈ പറയുന്ന എനിക്ക് മുമ്പ് സംസാരിച്ച രാഷ്ട്രീയ നിരീക്ഷകർ ഉൾപ്പെടെയുള്ളവർ സംസാരിച്ചതുപോലെ ഒരു ധാർമ്മികതയുടെ പേരിൽ മാറി നിൽക്കാനുള്ള ഒരു മാനം കാണിക്കണ്ടേ? അല്ലെങ്കിൽ അത് മാറ്റി നിർത്താനുള്ള മാനം കാണിക്കണ്ടേ? അതൊന്നും ചെയ്യാതെ വന്നിരുന്നിട്ട് വേറൊരു രീതി പ്രതിപക്ഷത്തെ അറ്റാക്ക് ചെയ്ത് സംസാരിച്ചിട്ട് എന്താണ് ചെയ്യേണ്ടത്? പ്രതിപക്ഷ സമരമല്ലേ ഇപ്പോൾ ഇന്ത്യയിലെ ജനങ്ങൾ ഏറ്റെടുത്തത്? പ്രതിപക്ഷവുമായി ബന്ധപ്പെട്ട പ്രതിപക്ഷ നേതാവ് ഈ പറയുന്ന നിങ്ങൾ വലിയ സെക്യൂരിറ്റി ഉണ്ടെന്നൊക്കെ പറഞ്ഞ ആ പ്രദേശത്തേക്ക് പോയി വിദ്യാർത്ഥികൾക്ക് വേണ്ടിയാണ് സമരം ചെയ്തത്. കോൺഗ്രസിന്റെ പ്ലാറ്റ്ഫോമിൽ, അതായത് പ്രതിപക്ഷ MP-മാർ ഉൾപ്പെടെയുള്ളവരെ പ്ലാറ്റ്ഫോമിൽ ചെയ്താണ്. ആ സമരങ്ങളെ എങ്ങനെയാണ് ഡൽഹി പോലീസ് ഏറ്റെടുത്തത്? പ്രതിപക്ഷ നേതാവിനെ എങ്ങനെയാണ് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയത്? ഒരു വനിതാ MP ആയ പ്രിയങ്ക ഗാന്ധിയെ പുരുഷ പോലീസുകാർ പിടിച്ചു വലിച്ചുകൊണ്ട് പോകുന്നത് നമ്മൾ കണ്ടല്ലേ? ഈ കേരളത്തിലുള്ള കൊടിക്കുന്നിൽ സുരേഷിനെയും കേരളത്തിലെ മന്ത്രി PC വിഷ്ണുനാഥിനെയും ഡീൻ കുര്യാക്കോസിനെയൊക്കെ അറസ്റ്റ് ചെയ്ത് 40 കിലോമീറ്റർ അപ്പുറമുള്ള സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി, ബോർഡർ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി നമ്മൾ കണ്ടല്ലേ? ഇതൊക്കെയല്ലേ ഭരണകൂട ഭീകരത നടന്നത്? അങ്ങനെയുള്ള ഭരണകൂട ഭീകരത എല്ലാം ഈ രാജ്യത്ത് നടത്തിയിട്ട് ഇരിക്കുന്ന ഒരു ഗവൺമെന്റിന്റെ ഭാഗമായിട്ടാണ് വന്നിരിക്കുന്നത്. ഞങ്ങളെല്ലാം പരിശോധിക്കുകയാണ്, ഞങ്ങളെല്ലാം പഠിക്കുകയാണ്, ഞങ്ങൾ ഇതാ ഇപ്പൊ കൊണ്ടുവരുന്നു, പുതിയ നയങ്ങളായിട്ട് വരുന്നു, എല്ലാം വെള്ളം പൂശുകയാണ്, ഞങ്ങളുടെ പ്രിയങ്കരനായ ധർമ്മേന്ദ്ര പ്രധാനെ സംരക്ഷിക്കാൻ പോവുകയാണെന്നൊക്കെ പറയും. ഉളുപ്പുണ്ടോ ഇവർക്ക്? ഇത് പറയാൻ ഒരു ഉളുപ്പുണ്ടോ? കേരളത്തിലെ ഇന്ത്യയിലെ വിദ്യാർത്ഥി സമൂഹം നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നമാണെന്നേ. അവരെത്രത്തോളം മാനസിക സംഘർഷത്തിലേക്ക് പോകുന്നുണ്ടെന്ന് നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് നമുക്ക് ഓരോരുത്തർക്കും പറയാൻ സാധിക്കത്തില്ലേ?
ഇങ്ങനെയുള്ള പരീക്ഷ എഴുതുക? ഈ ധർമ്മേന്ദ്ര പ്രധാന മക്കളൊക്കെ വിദേശ രാജ്യങ്ങളിലൊക്കെ പോയി പഠിച്ചിട്ടുള്ളവരായിരിക്കാം, അതൊക്കെ അദ്ദേഹത്തിന്റെ കാര്യം, മിടുക്കരായി പോകട്ടെ, ഞങ്ങൾക്ക് യാതൊരു കുഴപ്പമില്ല. പക്ഷെ ഇവിടുത്തെ സാധാരണക്കാരായ ഓട്ടോ ഡ്രൈവർ തൊട്ട് കർഷകൻ തൊട്ട് സൈനിക ഉദ്യോഗസ്ഥൻ തൊട്ടുള്ള പാവപ്പെട്ടവരുടെ മക്കളാണ് ഈ പരീക്ഷയുമായി, മത്സര പരീക്ഷയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നത്. അവരുടെ പ്രശ്നമാണ് ഇന്ത്യയിൽ നിൽക്കുന്നത്. ആ പ്രശ്നത്തെ അഡ്രസ് ചെയ്യണമെങ്കിൽ പ്രിയപ്പെട്ട എനിക്ക് BJP വക്താവ് ഉൾപ്പെടെയുള്ളവർ പറയാനുള്ളത്, നിങ്ങൾ ഉൾപ്പെടെയുള്ളവർ പറയണമെന്നേ, ഇങ്ങനെയുള്ള അവർ മാറി നിൽക്കണമെന്ന്. അതാണ് നിങ്ങൾക്ക് ചെയ്യാൻ ഏറ്റവും വലിയ മാന്യത ഈ നാട്ടിലെ വിദ്യാർത്ഥി സമൂഹത്തോട് ചെയ്യേണ്ടത്. അല്ലാതെ ഈ പറയുന്ന പ്രതിപക്ഷത്തെയൊക്കെ ആ രീതിയിലേക്ക് ആക്ഷേപിച്ച രീതിയിലേക്ക് പോയിട്ടൊന്നും കാര്യമില്ല. ജനങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. ശരി.